അനു ഡേ ജോയ്, നീ ഇവിടെ ഇരിക്കുക. ഞാൻ ഫാക്ടറിന്ന് ഓഫീസിലേക്ക് വന്നപ്പോഴേക്കും നീ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അവിടെ വെയിറ്റ് ചെയ്യാറുന്നില്ല ഞാൻ പറഞ്ഞവരെ പടിയിലങ്ങനെ തല ഇറങ്ങി വീണിരുന്നെങ്കിലോ? അത്രക്കൊന്നും ഇല്ല. ഓക്കെ. ഈ സമയത്ത് റെസ്റ്റ് വേണ്ടേ? കാലൊക്കെ വെച്ചോ? എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. എന്നതാ? ഒരു സർപ്രൈസ് ഇങ്ങോട്ട് തരുമ്പോ വേറൊരു സർപ്രൈസ് അങ്ങനുണ്ട്. ജോയ് എന്നേക്ക് പറയുന്നേ? കൺഗ്രാറ്റുലേഷൻ ആൻഡ് സെലിബ്രേഷൻ ആൻഡ് ഇമാജിനേഷൻ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? അതൊക്കെ പറയാം, നീ ആദ്യം മധുരം കഴിക്കേ. 1 മന്തായി ഞാൻ നോട്ട് ചെയ്യണ നിന്റെ മോന്തയ്ക്കൊരു പെയിൽനെസ് ഇട്ടാ. ഈ ഒരു ഡേക്ക് വേണ്ടിട്ട് എത്ര നാളായി ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. നീ കഴിക്കേ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കുഞ്ഞിക്കാല കാണാൻ വന്നേക്കുന്നു. അപ്പൊ നീ പ്രഗ്നന്റ് ആയിട്ടല്ലേ തല ചുറ്റി വീണേ? നീ ഛർദിച്ചു എന്ന് പറഞ്ഞല്ലോ കൂടെ വർക്കണ ഗർഭിണി പെണ്ണ്. 2 ദിവസമായിട്ട് 18 മണിക്കൂർ വെച്ചിട്ടാ ഞാൻ അവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. കൂടാതെ മന്ത്ലി ടാർഗറ്റ്സിന്റെ പ്രഷർ വേറെ. ജോയ്ക്ക് ഇത് വല്ലതും അറിയണോ? അത്രയുള്ളൂ? ഞാൻ വെറുതെ കൊറേ സ്വപ്നം കണ്ടുപിടിയേ. അത്ര ഉള്ളൂ എന്നാ? ഞാൻ തലയിറങ്ങി വിടാൻ നിങ്ങൾക്ക് അത്ര ഉള്ളൂ? കുഞ്ഞിക്കാല് കാണാത്രേ. ഇനി ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയും കൂടെ കൊണ്ടുവരാത്തതിന്റെ കുറവേ ഉള്ളൂ. ആ റിസ്ക് എന്തായാലും ഞാൻ എടുക്കില്ല. എടുക്കണ്ടെങ്കിൽ ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 മാസമായിട്ടൊന്നും നടന്നിട്ടില്ല. നീ ഇത് കഴിക്കേ, എന്തായാലും മേടിച്ചല്ലേ. എന്തായിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പറഞ്ഞേ? ഒന്നുകിൽ അംബാനിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യ. അത് കഴിഞ്ഞിട്ട് മതി കൂട്ടി. മതി. നീ 10 ദിവസം ലീവ് എടുത്തോ ഈ പേരും പറഞ്ഞു. നല്ല റെസ്റ്റ് കിട്ടുമല്ലോ. എന്നിട്ട് വേണോ ഉള്ള ജോലിയും കൂടെ പോവാൻ. ആകപ്പാടെ ഉള്ളത് മാസാമാസം കിട്ടുന്ന ശമ്പളം. അത് ശരിയാ ജോയേട്ടാ. ഞാൻ അങ്ങനെ നീ എന്തിനു പിടിച്ചേ? ഭയങ്കര സ്പീഡാ. അഞ്ചേ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആശുപത്രി പോണെങ്കിൽ വണ്ടി താഴണ്ടിട്ടാ. നിന്നെ ഇന്ന് ഞാൻ നിങ്ങൾ വന്നേ. നീ റെസ്റ്റ് ചെയ്തേനോ? പച്ചമാങ്ങ വേണേ വീട്ടിലുണ്ടിട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ജോയേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആകെ പേടിച്ചുടാ, സംഭവം മറ്റാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇല്ലേ ഒരു തേങ്ങയില്ലേ, ഇത് ഓവർ സ്ട്രെയിൻഡാ. ഗ്രീനുവേ, ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിന്റെ അടുത്ത് വെച്ച കണ്ടീഷൻ എന്താണെന്ന് അറിയാം നിനക്ക്? എന്തുട്ടാ മോളെ അനുവേ, നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിൽ ബാലൻസ് വേണട്ടാ. ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ്. ഈ ഡയലോഗ് കച്ചതും അവളുടെ മോന്ത കണ്ണം ബൾബായി. നിങ്ങളെ പോലെ നിങ്ങക്ക് പറ്റൂ ജോയേട്ടാ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് നാറ്റക്കേസായി. അത് ചോദിക്കാൻ മറന്നൂടാ. അതെന്താടാ പോയിട്ട്? പണ്ട് ജോയേട്ടൻ അനുചേച്ചിയോട് പറഞ്ഞ പോലെ 1-2 ഡയലോഗുകൾ ഞാനും കാച്ചു നോക്കി. പേറ്റ് കാണുമല്ലോ. തേങ്ങയാണ്. കുട്ടി പേടിച്ച് കരച്ചിലായില്ലേ? കുട്ടിയുടെ അച്ഛന്റെ തല്ലിട്ടായിരുന്നു എന്റെ ഭാഗ്യം. സാരില്ലടാ, നിനക്കിനിയും ടൈം ഉണ്ടല്ലോ. ഗ്രീനുവേ, ഞാൻ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാം നിനക്ക്? എന്നിട്ടാ കുട്ടിയോള് വലുതാകുമ്പോ ജോയേട്ടനെ എങ്ങനായിരിക്കാല്ലേ? പോടാ പോത്തെ അവിടെ നിന്ന്. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനല്ലേ? നെവർ. പിന്നെന്തുട്ടാ ജോയേട്ടൻ തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാ, ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ലാച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. നമ്മള് സ്റ്റിൽ യങ്ങല്ലേ? അതേ മനസ്സിൽ വെച്ചാ മതി. അവിടെ ശ്രദ്ധിക്കണ്ട, എടുത്ത് ചവിട്ടി കൂട്ടും. അനു മോളെ, ഒരു 200 ഉണ്ട് അതിന്റെ കയ്യില്. ലഡുവിന്റെ കാശ് കൊടുത്തിട്ടില്ലടി. എന്റെ ജോയേട്ടാ. ആരാടാ സുധാകരന? അല്ല, ഞാനാ ഗിരിയേച്ചി. എന്തുട്ട് എടുത്ത പരിപാടി? നീയായിരുന്നാ? ജോയി എന്താ ഈ നേരത്ത്? ഈ നേരത്തല്ലേ വക്കീലിനെ ഒന്ന് സ്വസ്ഥായിട്ട് കാണാൻ പറ്റുള്ളൂ. ആളോടെ? അവളൊരു സിനിമയ്ക്ക് പോയിട്ട് എപ്പ ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. ഒറ്റയ്ക്കാ? ഞാൻ പറഞ്ഞ കേക്കണ്ട എന്റെ ജോയിയെ. ഇവളൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാന്ന് വെച്ചാ ഒരു എണ്ണത്തിന് അവൾക്ക് പിടിക്കില്ല. മോഡേൺ ടൈംസ് അല്ലേ ഗിരിയേച്ചി? വക്കീലിന് പറ്റിയൊരു ചുള്ളനെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. ഗിരിച്ച് താഴേക്ക് ഇറങ്ങിയ ഈ വയസ്സങ്കാലത്ത് ഇതിന്റെ മേളിൽ നിന്ന് പേരന്റ് താഴേക്ക് വീഴാത്തന്നെ കുറവേ ഉള്ളൂ. എന്റെ അമ്മേ, ഇത് പിടിക്ക്. വെറുതെ ഇരിക്കുമ്പോഴേ കൈനും കാലിനൊക്കെ ഒരു തരിപ്പ് എന്റെ ജോയിയെ. TV കണ്ടിരുന്നൂടെ? ഗിരിയേച്ചിയുടെ മന്ദാരപ്പൂവിന്റെ ടൈമല്ലേ ഇപ്പൊ? 8000 എപ്പിസോഡല്ലേ ആയുള്ളൂ. TV സീരിയല് കാണലൊക്കെ നിർത്തി. ഈ കാണിച്ചെന്നെ കാണിച്ച് മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. നിയമസഭയുള്ള സമയമാച്ചാ രാവിലെ ലൈവും കാണും. ചിരിച്ച് ചാവും എന്റെ ജോയിയെ. മുതലാളിയേ, വക്കീലേതോ സിനിമയ്ക്ക് പോയിരുന്നു പറഞ്ഞു. ഞാൻ സിനിമ കണ്ട കാലം മാറുന്നു എന്റെ ഗിരിയേച്ചി. പീസായിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കാറില്ലെന്ന് പറഞ്ഞേക്കമ്മേ. നമ്മുടെ കമ്പനി വളപ്പിൽ ഉണ്ടാക്കിയതാണ്. നോക്കിയേ, കേസ് വിധിയാകാത്തോണ്ട് കമ്പനിയിൽ ഇപ്പൊ ഇതൊക്കെ പരിപാടി.
ദേ കീടനാശിനി അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് ആണ്ടാ. അതിന് ഒന്ന് പാരന്റെ ഗിരിയച്ചേ, ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ, എന്നാ വെൽത്ത് മാത്രം മതി എന്നാണ് വക്കീല് പറയണേ. ഒന്ന് പറയേ. നമ്മുടെ ജോയിയല്ലേ മോളെ. അമ്മ ഒന്ന് അകത്തേക്ക് പോയേ. അല്ല പിന്നെ എടുത്തോ. അതവിടെ വെച്ചാ മതി. ഇവളുടെ ഒരു കാര്യം. ആകെ കഷ്ടകാലാണ് വക്കീലെ. എനിക്കും ആ കാട്ടളം തോമസ് കറക്റ്റ് ടൈമിന് കയറി വന്നോണ്ട് ആ എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻകാർ ആകെ അടഞ്ഞു. നന്നായി. ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. അതേ, നാളെ വക്കീൽ കോടതിയിൽ ഹാജരാവണം. തരാനുള്ള ഫീസ് ഞാൻ ഉടനെ തരും. അതെന്റെ പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. എന്തിനാ? ജോയ് താക്കോൽക്കാരനല്ല, ജോയ് തട്ടിപ്പുകാരനാ. നീ നാട്ടുകാർ മുഴുവൻ പറയുന്നത് വെറുതെ അല്ല. ഏയ് അങ്ങനെ മാത്രം പറയരുതിട്ടാ. ഉണ്ടായിട്ട് തരാതിരിക്കണല്ലോ. വക്കീലിന് സമ്മതാച്ചാ ഒരു ഫിക്സഡ് ഫീസിന് പകരം പുണ്യാളൻ അഗർബത്തീസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാം. എന്നിട്ട് വേണം എന്റെ കുടുംബം പട്ടിണിയാവാൻ. നടക്കണ കാര്യം വല്ലതും പറ മുതലാളി. വക്കീൽ കൂട്ട് കത്തിച്ചു കഴിഞ്ഞ ഒന്നുമില്ല. നാളെ വക്കീല് കോടതിയിൽ ഹാജരായില്ലാച്ചാ നമ്മള് ആത്മഹത്യ ചെയ്യും. എന്ത്? ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. ബട്ട് ഐ വിൽ ഡു. അതെ, നിങ്ങളീ കാണിക്കുന്നത് കംപ്ലീറ്റ് അടവാന്ന് എനിക്ക് അറിയാണ്ടല്ല. എന്നാലും നോക്കട്ടെ. അത് മതി, അത് കേട്ടാ മാത്രം മതി. പിന്നെ വക്കീല് ഏത് സിനിമയ്ക്കാ പോയ? ഡ്രാക്കുളയാ? മുതലാളി ചെല്ല്. പോകുമ്പോ ഈ സഞ്ചിയും കൂടി എടുത്തിട്ട് പോയിക്കോ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിന്റെയും കൂടി കണക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഈ സൈസുള്ള കുറച്ച് കക്ഷികളെ കിട്ടിയ വക്കീൽ പണി എടുത്തു പോകും വേഗം. സഞ്ചി എടുക്കാൻ മറക്കണ്ട. കേസ് നമ്പർ 301/279. വാദി ജോയ് താക്കോൽക്കാരൻ. പ്രതി തൃശൂർ ദേവസ്വം പ്രസിഡന്റ് വടക്കേ വീട്ടിൽ രവീന്ദ്രൻ നായർ. ആ സുഖം തന്നെയല്ലേ താക്കോൽക്കാരാ? വലിയ കഷ്ടത്തിലാണ് യുവർ ഓണർ. ഇത്തവണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവണം. യുവർ ഓണർ, 2 വർഷം മുമ്പ് എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരന് ദേവസ്വത്തിന് ആവശ്യാനുസരണം ആനപ്പിണ്ടം എടുത്തോളാൻ പറഞ്ഞിട്ട് അന്നത്തെ കമ്മിറ്റി നൽകിയ പെർമിഷൻ ഓർഡറാണിത്. റീസബ്മിറ്റിംഗ് പ്ലീസ് യുവർ ഓണർ. ഈ പെർമിഷന്റെ പിൻബലത്തിൽ സാമാന്യം വലിയൊരു തുക ബാങ്ക് ലോണിന്റെ സഹായത്തോടുകൂടി എന്റെ കക്ഷി ജോയ് പുണ്യാളൻ അഗർബത്തീസ് ഉൽപ്പാദിപ്പിക്കാനായി ഫാക്ടറി പുതുക്കി പണിതു. അതിനുശേഷം വന്ന കമ്മിറ്റി പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെയാണ് പെർമിഷൻ റദ്ദാക്കിയത്. കാരണമുണ്ടോ യുവർ ഓണർ? അതെന്താ? പുണ്യാളൻ അഗർബത്തീസ് ഉണ്ടാക്കാൻ ഒരു മാപ്പിള ദേവസ്വത്തിൽ നിന്ന് ആനപ്പിണ്ടം കൊണ്ടുപോണത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. Who told you that? തന്റെ അടുത്ത് ദൈവം എന്ന് പറഞ്ഞ? കോടതിയിൽ മതം കൊണ്ടുവരല പ്രസിഡന്റ്. ഇത് ദൈവമൊന്നുമല്ല. ഈ നിൽക്കുന്ന ദേവസ്വം പ്രസിഡന്റ് രവിയേട്ടനാണ്. എന്റെ പുണ്യാളൻ അഗർബത്തീസിന് ഇത്ര പോന്നപ്പോ ആര വെക്കണേ? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. അതൊന്ന് മാറ്റി വെക്കാൻ പറ്റ പാടറിയോ? ഞാൻ ഇതിന് മാത്രം എന്തുട്ടി തെറ്റാ ചെയ്തേ? കഴിഞ്ഞ 1.5 കൊല്ലായി ഈ കേസ് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കണം. ഇന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് ഞാൻ കെട്ടി തൂച്ചാവും. ഇവിടെ അല്ല, ഔട്ട്സൈഡ്. ബാക്ക് ടു ദ പോയിന്റ്. ഒരു ഇമീഡിയറ്റ് ഡേറ്റിൽ എന്റെ കക്ഷിക്ക് ദേവസ്വത്തിന് ആനപ്പിണ്ടം എടുക്കാനുള്ള വിധി ഉണ്ടാവണം യുവർ ഓണർ. അതല്ലെങ്കിൽ തത്തുല്യമായൊരു നഷ്ടപരിഹാരം ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന് കൈമാറാനായി ഉത്തരവുണ്ടാവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജെക്ഷൻ. വെറുതെ ഒബ്ജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പോയിന്റ് അല്ലേ ഇവര് പറയണേ? സംഭവം ഈ പഴയ ലെറ്റർ ദേവസ്വം ബോർഡിന്റെ തന്നെയല്ലേ? ഇത് പറയുന്ന പോലെ ഇയാൾക്ക് ആനപ്പിണ്ടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണോ? എന്റെ പട്ടി കൊടുക്കും. ആഹാ, കോടതിയോടെ അഹങ്കാരം. തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. അടുത്ത മാസം 5-ാം തീയതിക്ക് മുൻപേ ആദ്യത്തെ ലോഡ് ആനപ്പിണ്ടം ജോയ് താക്കോൽക്കാരന് കൈമാറാൻ ഇതോടെ ഈ കോടതി ഉത്തരവിടുന്നു. തുടർന്നുള്ള ഓരോ തിങ്കളാഴ്ചയും ജോയ്ക്ക് ദേവസ്വത്തിൽ നിന്നും ആനപ്പിണ്ടം കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ തീരുമാനം അത്. ഇവിടുത്തെ ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ താൻ ജയിലിൽ കിടക്കും. എന്റെ കോടതി കണ്ടോ ഇത്? നെക്സ്റ്റ് കേസ്. മുതലാളി, ഒരു കാര്യം. അതെ, ഈ എറണാകുളത്തേക്ക് നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഓടാന്ന് പറഞ്ഞാ മെനക്കടിയോ? മിസ്റ്റർ അഭയകുമാർ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്ര ചെറുപ്പല്ലേ?
നിങ്ങൾ ഇത്ര ലേസി ആയിട്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കുക? നിന്റെ 3 ദിവസത്തെ ഓട്ടം ഒറ്റ ദിവസമാക്കി കുറച്ച് മൂരാച്ചി എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അങ്ങനെ ചിന്തിച്ച ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഉണ്ടാവില്ല ടപയാ. ഈ ഓട്ടം നീ മര്യാദയ്ക്ക് ഓടിയ ഈ ഫാക്ടറിയിലെ റെഗുലർ ഓട്ടം പിന്നെ ആർക്കാ? അഭയകുമാറിനാണ്. ഈ നിലയ്ക്ക് റെഗുലർ ആയിട്ട് ഓടിയ ഞാൻ കിടപ്പിലാവും മുതലാളി. അഭയാ, നിന്നെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനായിട്ടല്ല, ഒരു മെഷീനായിട്ടാ. ഈ വണ്ടി പോലെ സ്വിച്ച് ഇട്ട പറക്കണ ഒരു മെഷീൻ. അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പച്ച പിടിക്കുള്ളൂ. മനസ്സിലായോ? എന്തുട്രാ ഒരു വഴി പൊക്കോ. ഔ ചാടി ചാടി നിക്കണണ്ട. ആംഗ്രി ബേർഡ്സ് ആണ്, ആംഗ്രി ബേർഡ്സ് അല്ല സുധാകര? വിളിച്ചോ? ഒന്നുമില്ല സുധാകര, വെറുതെ വിളിച്ചതാ. പോയി പണി ചെയ്യും ബ്രൂട്ടാ. എന്താ എന്തേ പോയി ജോലി ചെയ്തരാ. ഫോൺ വന്നിട്ട് കേട്ടോ നിനക്ക്? എന്തിയോള് ജോലി ആയി നടക്കാം. വരട്ടെ. എംപി നേതാവ് ജോസ് മട്ടത്തലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി. സിസിടിവി നമുക്ക് പിള്ളേരുണ്ടാവുമ്പോഴേ ന്യൂസ് ചാനൽ കാണിച്ച് വളർത്തുണ്ടാട്ടോ. എന്നാ ചീത്തവും പണ്ടൊക്കെ കാണുന്ന സുന്ദരി എന്റെ ട്യൂഷൻ ടീച്ചറൊക്കെ പിള്ളേർ ഒളിച്ച പോയി കണ്ടിരുന്ന. ഇന്നൊക്കെ കംപ്ലീറ്റ് പിള്ളേരും ടി വി ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിലല്ലടി. ഒക്കെ സ്ട്രെയിറ്റ് ആയില്ലേ, പച്ചക്കടി കാണിക്കണേ. TRP എന്താന്ന വിചാരം? 100 ആയിസാ കാന സുന്ദരിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഗ്രീനുവാ. ഗ്രീനുവേ ഓ സൂക്ഷിച്ചു പോന്നാ മതി. കഴിക്കാൻ പോലും നിന്ന് നിർത്തണ്ട കേട്ടാ. മ്യൂട്ട് ചെയ്തടി. നേരെ ഫാക്ടറിയിലേക്ക് വന്നോളൂ. ഏർലി മോർണിംഗ് ഞാൻ എത്തിക്കോളാം കേട്ടാ. പറഞ്ഞ സമയത്ത് ബോംബെന്ന് പാക്കിംഗ് കേസുകൾ എത്തുന്നായിരുന്നു എനിക്ക് ടെൻഷൻ. അതും ഓക്കെ, ഇപ്പൊ അതും ഓക്കെ. എല്ലാം ശരിയായില്ലേ ജോയ്? പിന്നെ എന്നാ ടെൻഷൻ? അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമല്ലടി. നാളെ രാവിലെ ദേവസ്ഥയിൽ ഫസ്റ്റ് ലോഡ് എടുത്തു കഴിഞ്ഞാ ആ ടെൻഷനും കഴിഞ്ഞു. 2 വർഷം കൊണ്ട് 4 കോടിയാണ് ടേൺ ഓവർ. അനുവേ നീ കാശ് എണ്ണി ഉണ്ടല്ല ചാവും. ജോയ് നോക്കിയേ, നാളെ ഹർത്താല്. കർത്താവേ ഹർത്താലാ? സൗണ്ട് വെക്കേ. RIP നേതാവ് പ്രകാശ് ജെയിനെയും ADB നേതാവ് സഞ്ജയനെയും ഇന്ത്യ ടെക് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ രാജ്യവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. RIPയും ADBയും കൂടാതെ നാളെ രാവിലെ ലോഡ് എടുക്കണ്ടാണല്ലോ. സമാധാനിക്ക് ജോയ്, ഹർത്താലെന്ന് പറഞ്ഞ എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടില്ലേ? നിന്റെ അപ്പനാണോ ദേവസ്വം പ്രസിഡന്റ്? ചോദിക്കുമ്പോ പിന്നെടുത്തേരെ അഴിമതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. NCBTVയുടെ ഓഫീസ് RIP പ്രവർത്തകർ തകർത്തു. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ നീ പറയേ. ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിൽ നാളെ എടുത്തില്ല അച്ഛാ. എടേ ഞാനൊന്ന് ഫാക്ടറിയിൽ പോയാലോ? ജോയ് ഈ സമയത്ത് ഫാക്ടറി പോയിട്ട് എന്നാ ചെയ്യാനാ? ഇവിടെ പിന്നെ എന്തു ചെയ്യാനാ? 1.5 വർഷത്തെ എന്റെ ശ്രമ, അധ്വാന, വേർപ്പാ. ഇതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അനുഭവിക്കാൻ യോഗം വേണടി, യോഗം. വണ്ടിയുടെ താക്കൂടെയൊക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കണേ. എവിടെ? എന്നാലും നമ്മുടെ അടുത്തത് വേണ്ടായിരുന്നിട്ടാ. ഇവനെ ഞാനൊന്ന് പാട്ട് നിർത്തും അഭയാ. ശരി, ഇപ്പൊ ഞാൻ പാടിയതായി എന്താ തുത്തുരിപ്പിച്ച് ചവിട്ടി ഓടിക്കും ഞാൻ. ജോയേട്ടാ സ്ട്രോങ് ഹർത്താലാവുന്ന പറയണേ, പുലിവാലാവോ? അതിനിപ്പോ ഞാനെന്താ വേണ്ടേ, ചാവണോ? അതേ വണ്ടി പോലെ ഞാനും മെഷീനല്ല പറഞ്ഞേ. പാട്ടി ഹർത്താലായ വണ്ടി ആണെങ്കിലേ നമ്മളാണെങ്കിലേ ഏട്ടാ ഉള്ള കടപ്പാടം പണയം വെച്ചെടുത്ത വണ്ടിയാ. ഇതുമ്പോ തൊട്ട് കളിച്ചുള്ള കേസൊന്നുമില്ല. പിണ്ടുണ്ടായിരുന്നു ഇവന്റെ വായിൽ കുത്തിക്കറ്റ് വെക്കാറുന്നു. ജോയേട്ടാ ആ പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിന്? അത് വേണടാ. വിളിക്ക്. എന്താ ആളുടെ സ്റ്റാൻഡ് എന്നറിയാലോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ ഹലോ രവി സാറേ. അതെ, ആരാണ്? ഞാനൊരു പാവൻ ജോയാണ്. എന്തുകൊണ്ട് പാവജോയാ? അയ്യോ പാവജോയി അല്ല, പാവൻ ജോയി. ജോയി താക്കോൽക്കാരൻ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഞാൻ രവി സാറിന്റെ പാർട്ടി നാളെ നടത്തുന്ന ഹർത്താലിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചാണ്. തെണ്ടിത്തരല്ല KFC-ക്കാര് കാണിച്ചേ. നീ കാര്യം പറയടാ. ഞാൻ രവി സാറിന്റെയും പാർട്ടിയുടെയും കൂടെ ഏട്ടാ. അതുകൊണ്ട് നാളെ നമ്മള് ദേവസ്ഥയിൽ നിന്ന് പിണ്ടെടുക്കണില്ല എന്ന് തീരുമാനിച്ചു. മറ്റൊന്ന് രാവിലെ വന്ന് ഞാൻ എടുത്തോളുണ്ട്. ആടുത്താണ്ടാ നിന്റെ നാടകം. നാടകോ? എന്നിട്ട് രവി സാർ ഈ പറയണേ?
നാളെ വൈകുന്നേരം 6 മണി വരെ നിനക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഇക്കാര്യം പറഞ്ഞിട്ട് കേറി വന്ന നിന്റെ മുട്ടേലാൻ തല്ലി ഒടിക്കും. അല്ലെങ്കിൽ രവി സാറേ, ഞാൻ ഇപ്പൊ തന്നെ വന്നാലോ? ഈ പാദയാത്രക്ക് ദേവസ്വം തുറന്നു തരാൻ നിന്റെ അപ്പനാണ് അവിടെ ഇരിക്കണേ. അമ്പലത്തിന് ഹർത്താലില്ല, ആനയ്ക്കും ആനപ്പിണ്ടത്തിനും ഹർത്താലേ ഇല്ല. വെച്ചിട്ട് പോടാ. ഹലോ ഹലോ രവി സാർ, ഹലോ. കട്ട് ചെയ്തു. എന്താ ചോട്ടാ? കഞ്ഞി കണ്ടാണ്ട് കഞ്ഞി. നാളെ ലോഡ് എടുത്തില്ല വെച്ചാ പണി പാളും ഗ്രീനുവേ. ഈ തുത്തുരുത്തണ്ടി വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ചോദിച്ചാലോ? അഭയാ, എന്ത് രസായിട്ടാ അഭയ നീ പാടണേ. പാട്ട് പഠിച്ചെന്താ നീ? യാത്രയൊക്കെ സുഖായാ? എന്തൊരു സുഖം മുതലാളി. ഫുഡും കൂടി ടച്ച് ചെയ്തിട്ടില്ലേ? ഫുഡ് മേടിച്ചു കൊടുത്തില്ല എന്റെ അഭയന് നീ? അതൊന്നും സാരില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. വേണ്ട മുതലാളി, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ കഴിച്ചോളാം. നാളെ ഹർത്താലൊക്കെ അല്ലേ, വണ്ടി എടുക്കണ്ടല്ലോ. എന്തുട്ടാണ് കൊച്ചു പിള്ളേരെ പോലെ വണ്ടി എടുക്കണ്ടെന്നൊക്കെ. നിങ്ങൾ വന്നേ. അഭയാ, നിന്റെ ഈ ജോയേട്ടൻ ലൈഫിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നാളെ രാവിലെ നമുക്ക് ദേവസ്ഥയിൽ പോയിട്ട് ലോഡെടുത്താലോ? ഞാനൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്ക്. ഞാൻ ഈ രാത്രി വേറെ ആരെ പോയി നോക്കണ്ട ഭയാ. ജോയേട്ടൻ ടെൻഷൻ അടിക്കേണ്ടിരി. കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലേ. ഒരു ദിവസം വൈകിയ കോർട്ടിനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയാം. 1.5 വർഷമായിട്ട് കൺവിൻസ് ചെയ്തോണ്ടിരിക്കല്ലേ ഗ്രീനുവേ. അഭയാ, എന്നെ ഒന്ന് രക്ഷിക്കടാ. നമുക്ക് നാളെ പോവാടാ. ഇവനൊന്ന് കൺവിൻസ് ചെയ്യിക്കേ. അഭയകുമാർ നല്ല പേര്, പിന്നെ എന്തിനാ പേടി? ഒന്ന് രക്ഷിക്കടാ മോനെ. വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടടാ. ഒന്ന് സമ്മതിക്കും മോനെ. താങ്ക്സ് മോനെ, താങ്ക്സ്. ഇവനെന്റെ കറുത്ത മുത്താണ്ടാ. പിണ്ടത്തിന്റെ പുറത്ത് പറ്റുള്ള തുണി അലക്കിട്ടേക്കണേ. അതിനകത്ത് ആളുണ്ട് കേട്ടാ. ആ നാരനേട്ടനാ. കർത്താവ്, ഈ പിണ്ടോക്കാരെ കത്തിച്ചേ. ഞാൻ പറഞ്ഞു നാരനേട്ടൻ, നമ്മുടെ പിണ്ടാരെ കത്തിച്ചേന്ന്. ഭയങ്കര കൊതുണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാളതല്ലേ, നീ കോരിക്കോ. What nonsense are you doing? നിങ്ങൾ എന്റെ മേത്തെ തല വെച്ചേർന്ന് ഉറങ്ങണേ. ഇതെന്റെ ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോലിയെ. സാരമില്ല, ഡോണ്ട് മൈൻഡ്, നമുക്ക് കോരാം. നീ ആദ്യം ആ സാധനത്തിന് കോരി മാറ്റിയേ. അവളപ്പത്തിൽ ഒരു കിടക്കുക. നിനക്കൊക്കെ ഇനി വേറെ മണി അടിക്കണോ സുധാകര? ഹർത്താലൊക്കെ ഞാൻ കൊണ്ടിട്ട മുതലാളിയെ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യേണ്ടത് വന്നല്ലേ. ആംഗ്രി ബേർഡ്സ്മാരെ ഒന്ന് സഹായിക്കോ? വേഗം വേണട്ടാ, കണ്ണീരിന്റെ വീക്ക്നെസ്സാ. ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ നാരനേട്ടാ? ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങളെ മാറാരോഗിയാക്കാം. മാറാരോഗി ഒന്ന് മാറോ രോഗി. മുണ്ടൂരി പോണു. ഞാൻ മുണ്ടൂരിക്ക് തന്നെ പോണേ. സ്വന്തം മാടെ ഇരിക്കണോണ്ട് ഇരിക്കണ്. നമുക്ക് ആ പടിഞ്ഞാറക്കോട്ട് വഴി പോയല്ലോ. എന്തുടന് നീ പുഴക്കിൽ വഴി വിട്. ഏയ്, അവിടെ പാർട്ടി സ്ട്രോങ് ആണ്. രവിയേട്ടൻ തണ്ടി. ഹർത്താലായിട്ട് അമ്പലത്തിലെ സെലിബ്രേഷൻ ഇവിടെ ലോഡ് നമ്മൾ എടുത്തുട്ടാ. മോന്തേ മാറി. ഇന്നലെ ഫോൺ കട്ട് ചെയ്തവനാ. നീ ആ ഫോണും എടുക്ക്. ഒന്ന് നിർത്തിയാലും നിന്റെ ഉണക്കപ്പാട്ട് മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു തൂത്തുരു. നീ ഇനി എന്തുട്ടിനാ പോയാ ടെൻഷൻ അടിക്കണേ? 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറി എത്തിയില്ലേ? ജോയേട്ടനെ പിണ്ടം കൊണ്ടൊരു തുലാഭാരം നടന്നിട്ടുണ്ട് കേട്ടാ. നിന്നെ ഞാൻ കൊല്ലും ഗ്രീന്. ഇവിടെ എന്തുട്ടാ ജിബ്രൂട്ടാ? എന്തുട്ടാ ശബ്ദം ഒന്നും കേൾക്കണല്ലോ. പെട്ടത്തിന് പണക്കാരൻ ഉറങ്ങാൻ പറ്റാനുള്ള മുതലാളി. ഒന്നും ചവിട്ടി നശിപ്പിക്കട്ടാ. എന്റെ അമ്മേ, ജോയേട്ടാ, അഭയ ചവിട്ടി വിട്ടോളൂ. ഞാൻ ചവിട്ടി വിടുന്നില്ല, വണ്ടി തല്ലി വിളിക്കും. റൂൾസ് ഒക്കെ ഉണ്ടാവും മറ്റേ അടുക്കുന്ന പ്രധാനം പാട്ടാ. എന്നിട്ട് കയ്യിൽ കാലെടുത്ത് കാലിന് കയ്യിൽ വണ്ടി
എത്തി ജോയേട്ടാ. മോനാളി എന്തിട്ട് പണിയാ കാണിച്ചാ എന്തുട്ടാ ആക്സിഡന്റിന് മുകളിൽ കൈ വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവിടെ നിർത്തിയല്ലടാ കുഴപ്പം. ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി ഗേറ്റ് അടച്ചേ. എത്ര താഴെ പോയാവോ? എടാ അഭയ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടങ്ങൾ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ, ഈ ഹർത്താലുകാരുടെ തിരക്കൊക്കെ കുഞ്ഞിട്ട്. ആ അത് മോനാളി തന്നെ പോയി കോരിയാ മതി. ഇനി ഹർത്താൽ കഴിയേണ്ട വണ്ടി എടുക്കണ കേസില്ല. അല്ലേ വീട് പണം വെച്ചെടുത്ത വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ട ഭയാ. നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയണ്ട. പോയ പോയ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കിയ. ആ കൊട്ടയെടുത്തരാ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലേക്കറി അപ്പിടുക. ഒന്ന് ആഞ്ഞു പിടിക്കടാ. ഫ്രഷാണ്. അയ്യോ മൈസൂർ പോ. അയ്യോ അയ്യോ നിന്റെ ചന്തി ഞാൻ പൊളിക്കാം.